കാണുന്നത്. നമ്മുടെ ലിറ്റററി ക്ലാസ് ടീച്ചേഴ്സിൻ്റെയും KMRMൻ്റെ ഭാരവാഹികളുടെയും ഇവിടെ കൂടെ ഇരിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഗ്രൂപ്പ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും എൻ്റെയും എല്ലാവരുടെയും പേരിൽ അച്ഛനെ നമ്മുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുക. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നിങ്ങളൊക്കെ എവിടെയായിരിക്കുമെന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പലരും ഞാൻ സ്വാഗതം ചെയ്യും. വെൽക്കം ടു കോർഡിനേറ്റേഴ്സിനെയും KMRMൻ്റെ ഭാരവാഹികളെയും എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ് Good afternoon. അധ്യാപകരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഉണ്ടാവാം. പക്ഷെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ പള്ളിയിൽ ഒന്നിച്ച് നമ്മളെ പഠിപ്പിക്കുന്നവരുടെ കൂടെ, വികാരിച്ചന്റെ കൂടെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിട്ടേ ആയിരിക്കണം. അപ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? ആണോ? ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വന്നപ്പോ എന്റെ കൂടെ നടന്നു വന്ന 3-4 കൊച്ചു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരാരാ എന്ന് ചോദിച്ചപ്പോ ഓരോരുത്തരും പറയാൻ തുടങ്ങി, എനിക്ക് ലക്ഷ്മിയെ അറിയാം, മറ്റേയാളെ അറിയാം, എന്റെ കൂട്ടുകാരനാണ്, ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു മുതല് വലുതായിരിക്കുന്നവർക്ക് വരെ ഫ്രണ്ട്ഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? ഇപ്പൊ വികാരിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ പറഞ്ഞു, എനിക്ക് ഷിബുവിനെ അറിയുന്നതിന് മുമ്പ് അച്ഛനെ അറിയാമായിരുന്നു, അല്ലേ? കാരണം നമ്മള് അച്ഛന് റോമിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് പ്രധാനമായിട്ട് ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിച്ച എൻ്റെ ടോട്ടൽ ടീമിൽ ഒരു 3 വാക്കുകളിൽ ഞാൻ ഒതുക്കുകയാണ്. 1, നിങ്ങൾ ദൈവത്തെ അറിയുക. 2, നിന്നെ അറിയുക. മറ്റൊന്ന്, മറ്റുള്ളവരെ അറിയുക. അപ്പോൾ ദൈവത്തെയും എന്നെയും നിന്നെയും അറിയുവാനായിട്ടുള്ള ഒരു വളർച്ച അവരിലുണ്ടാകണം. അതൊരു മച്യൂരിറ്റിയിലേക്കുള്ള വളർച്ചയാണ്. അവർ കുഞ്ഞു ക്ലാസ് മുതൽ സൺഡേ സ്കൂളിൽ പഠിച്ച് മുകളിലേക്ക് വന്ന് യുവജന സംഘടനകളിലൂടെ വളർന്ന് അവർ മച്യൂറായി ദൈവത്തെയും എന്നെയും നിന്നെയും അറിഞ്ഞുകൊണ്ട് വളരണം. അതൊരു ക്രിസ്ത്യൻ മച്യൂരിറ്റിയിലേക്കുള്ള വളർച്ചയാണ്. അതാണ് നമ്മുടെ സഭ അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് കാണുന്ന സ്വപ്നം. അതിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് കുഞ്ഞുങ്ങളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ക്ലാസ്സിൻ്റെ ഇൻപുട്ടിൻ്റെ ആകത്തുക. നമ്മുടെ കാറ്റഗിസത്തിൻ്റെ മൊത്ത ആകത്തുക എടുക്കുകയാണെങ്കിൽ അതുതന്നെയാണ് മെസ്സേജ്. നമ്മുടെ ആരാധനാക്രമങ്ങളും നമ്മുടെ ആരാധനാ അനുഷ്ഠാനങ്ങളും നമ്മുടെ കുടുംബജീവിതവും ഒക്കെയും എല്ലാവരെയും നയിക്കുന്നത് സ്നേഹത്തിൻ്റെ ഈ വലിയ ലോകത്തിലേക്ക് വളരാനാണ്. ദൈവത്തെ അറിഞ്ഞ്, എന്നെ അറിഞ്ഞ്, നിന്നെ അറിഞ്ഞ് തിരിച്ച് തമ്പുരാനിലേക്ക് മടങ്ങാനുള്ള ഒരു വളർച്ച. ആ വളർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം.